നിലവിലെ നിയമപരിഷ്കാരത്തിലൂടെ കലാകാരന്മാരാണ് ബലിയാടായത്. ഉത്സവകാലത്തെ മാസങ്ങളിൽ മാത്രമാണ് കലാകാരന്മാർക്ക് പ്രധാനമായും വരുമാനമുള്ളത്. നിയമം മൂലം തങ്ങളുടെ കഞ്ഞിയിലാണ് പാറ്റ വീണതെന്നും അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും കലാകാരന്മാർ പ്രതികരിക്കുന്നു. അതിലേക്ക് നമ്മൾ ആരുടെ നേരെയാണ് വിരൽ ചൂണ്ടേണ്ടത്? ഇവിടുത്തെ സർക്കാരിനെതിരെയാണോ അതോ ഇവിടുത്തെ നിയമത്തിനെതിരെയാണോ? ഇവിടെ ബലിയാട് ആകുന്നത് നമ്മളിവിടുത്തെ കലാകാരന്മാരാണ്. നാടകം പണ്ടൊക്കെ 2 മണി 2:30 മണി അല്ലെങ്കിൽ 3 മണിക്കൊക്കെയാണ് നാടകം അമ്മപങ്ങന്മാരൊക്കെ ഇവിടുന്ന് പായും തീർത്ത് പോകുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ കൃത്യം 10 മണിക്ക് നാടകം നിർത്തണം. അപ്പോൾ മൊത്തത്തിൽ കലാകാരന്മാരുടെ ജീവിതത്തെ ഭയങ്കരമായി ബാധിച്ചിട്ടുണ്ട്. കല നഷ്ടപ്പെടുമ്പോഴത്തേക്ക് മനുഷ്യന് പലപ്പോഴും അവൻ്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടും. പലപ്പോഴും മനുഷ്യന് പല മൂല്യങ്ങളും ഉണ്ടാകുന്ന കലകളിൽ നിന്നാണ് അത് അങ്ങ് ഇല്ലാതായി പോകും. അപ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം മൂല്യച്യുതിയുടെ കണക്ക് പറയുന്ന ദിവസങ്ങളാണ്. നമുക്ക് ഓരോ ദിവസവും അത്തരത്തിൽ പുതിയ വാർത്തകളാണ് കാണുന്നത്. അപ്പോൾ അത്തരം അവസ്ഥകളിൽ നിന്ന് മാറണമെങ്കിൽ കുറേയെങ്കിലും പഴയ കാലഘട്ടത്തിലോട്ട് പോകണ്ട, പുതിയ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ രീതിക്ക് വേണ്ടുന്ന രീതിയിൽ ഇതൊക്കെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം. ഇതും നമുക്ക് ആവശ്യമാണ് എന്നുള്ള ഒരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ടാകണം. ഞങ്ങളുടെ ജീവിതമൊക്കെ വലിയ പ്രശ്നത്തിലായിക്കൊണ്ടിരിക്കുക. ഈ തീരുമാനങ്ങൾ മുന്നോട്ട് പോയാൽ ഇത് പുതിയ തലമുറയും കാണുമ്പോൾ ഒരു വർഷം വരുമ്പോൾ ഇത് കാണുമ്പോൾ അവർ മടുത്ത് പോവുകയാണ്. അവർക്കും ജീവിക്കേണ്ട, അവരും കുടുംബങ്ങളുടെ അവർക്കും വലിയ കാഴ്ചപ്പാടുള്ളവരാണ്. സുജിത്ത് സുരേന്ദ്രൻ കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സുജിത്ത്, ഈ കോവിഡ് കാലത്തെ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് കലാകാരന്മാർ മുൻപോട്ട് പോകുന്നതിന് ഇടയിലാണല്ലോ നിലവിലെ നിയമപരിഷ്കാരം. ഇതിവരെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുമെന്നതിൽ തർക്കമില്ലല്ലോ സുജിത്ത്? തീർച്ചയായും ഈ കോവിഡ് കാലത്തിന് ശേഷം കലാകാരന്മാരൊക്കെ ഒന്ന് കരകയറി വരാൻ തുടങ്ങിയപ്പോഴാണ് ഇത്തരത്തിലൊരു നിരോധനം ഉത്സവ വേദികളിലേക്ക് വന്നിരിക്കുന്നത്. അതായത് 10 മണിക്ക് തന്നെ മൈക്ക് ഓഫ് ചെയ്യണമെന്നുള്ള ഒരു നിയന്ത്രണം കലാകാരന്മാരെ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. കാരണം 1ഉം 2ഉം നാടകങ്ങളൊക്കെ തന്നെ കളിക്കുന്ന ഒരു സമയമൊക്കെ ഇവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു നാടകം തികച്ച് കളിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഈ നിയന്ത്രണങ്ങൾക്ക് ഒരു ഇളവ് വരുത്തണമെന്നുള്ളതാണ് പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ ഉത്സവകാലത്ത് നേരത്തെ 2005 ശേഷം ഇത്തരത്തിലൊരു ഈ നിയന്ത്രണത്തിന് ഒരു ഇളവ് വന്നിരുന്നു. എന്നാൽ പിന്നെ ഇപ്പോൾ അടുത്ത ഇടയായി വീണ്ടും ഈ നിയന്ത്രണം കടുപ്പിച്ചതോടുകൂടിയാണ് ഈ കലാകാരന്മാർ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം എന്ന വണ്ണം ഒരു ഇളവ് അനുവദിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് കലാകാരന്മാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ കോടതി അടക്കം ഇടപെടണം എന്നുള്ള ഒരു ആവശ്യം, ഒരു അഭ്യർത്ഥന ഇവർ മുന്നോട്ട് വയ്ക്കുകയാണ്.